ഹലോ, ശ്രീനേട്ടൻ ഓർമ്മയായി. തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത. രാവിലെ പിന്നെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയുന്നത്. കണ്ടപ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടായത്. അദ്ദേഹം അസുഖബാധിതനായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിയോഗ വാർത്ത നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളം മുഴുവൻ കണ്ണീരിൽ കുതിർന്നുപോയ 2 ദിവസങ്ങൾ. ഒരു നടനെന്ന നിലയിൽ അദ്ദേഹം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റേജ് ഷോയിൽ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു. തികച്ചും അവിചാരിതമായിട്ടാണ് ഞാൻ തിരക്കഥാകൃത്തായത്. പ്രിയദർശനാണ് എന്നെ തിരക്കഥ എന്ന കടലിലേക്ക് തള്ളിയിട്ടത്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ എന്നെ നിർബന്ധപൂർവ്വം തിരക്കഥ എഴുതിയ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം എന്നെക്കൊണ്ട് തിരക്കഥ എഴുതിക്കുകയായിരുന്നെന്ന് അദ്ദേഹം ഒരു സ്റ്റേജ് ഷോയിൽ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സത്യൻ അന്തിക്കാടും അദ്ദേഹവും നിർബന്ധിച്ചാണ് എന്നെക്കൊണ്ട് തിരക്കഥ എഴുതിപ്പിച്ചത്. അങ്ങനെ തിരക്കഥ എന്ന കടലിൽ ഞാനിപ്പോൾ ഇങ്ങനെ കിടക്കുന്നതിന് കാരണം ഇവർ രണ്ടുപേരാണെന്ന് അദ്ദേഹം ഒരു സ്റ്റേജ് ഷോയിൽ പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ സത്യൻ അന്തിക്കാട് പറയുന്നുണ്ടായിരുന്നു, ശരിക്കും അദ്ദേഹം ഇങ്ങനെയുള്ള ഈ പവിഴമല്ലി പൂത്തുലഞ്ഞ ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സീരിയസ്നെസ്, അദ്ദേഹം എത്തി നിൽക്കുന്ന ആ ഒരു ലെവല് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ MT-യെ പോലെ പത്മരാജൻ സാറിനെയൊക്കെ പോലെ അത്രയും വിലപ്പെട്ട ഒരാളാണ് ശ്രീനേട്ടൻ. പക്ഷേ അദ്ദേഹം ഇങ്ങനെയുള്ള തമാശ രംഗങ്ങളും മറ്റും അഭിനയിച്ച് നടക്കുന്നതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ അദ്ദേഹം വളരെയധികം ഉയരത്തിൽ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ വളരെയധികം MT-യെ പോലെ പത്മരാജൻ സാറിനെയൊക്കെ പോലെ വളരെയധികം ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ശ്രീനേട്ടനും എന്നാണ് സത്യൻ അന്തിക്കാട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമ്മളുടെ താഴേക്കിടയിലുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൊക്കെയും നമ്മൾ കാണുന്നത്. നാടോടിക്കാറ്റിൽ തൊഴിലില്ലാതെ നടക്കുന്ന 2 ചെറുപ്പക്കാരുടെ ഭക്ഷണം കഴിക്കാനോ വാടക കൊടുക്കാനോ ഒന്നും ബുദ്ധിമുട്ടുന്ന 2 ചെറുപ്പക്കാരുടെ ജീവിതം അദ്ദേഹം എത്ര തന്മയത്വത്തോടെയാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ അങ്ങനെയുള്ള ഓരോ സിനിമകളും വരവേൽപ്പായാലും അതുപോലെ പിന്നെ മിഥുനം അങ്ങനെയുള്ള സിനിമകളിലും സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം എന്നും പറഞ്ഞിട്ടുള്ളത്. അതിലെ ഓരോ ഡയലോഗുകളും നമ്മളെ മനസ്സിൽ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതല്ലേ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ തിരക്കഥയും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ പനി വന്നപ്പോൾ വലിയ ഡോക്ടേഴ്സും ഹോസ്പിറ്റലൊന്നും ഇല്ലാത്തതുകൊണ്ട് പനി അതിൻ്റെ പാട്ടിന് പോയി എന്ന് പറയുന്നത്. അതേപോലെ ആ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് മുടങ്ങാതെ ഫീസ് അടക്കുന്ന ഒരു കുട്ടിയായ മതിയച്ചാന്ന്. അങ്ങനെ ഓരോരുത്തരുടെ നമ്മളുടെ സാധാരണക്കാരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം തൻ്റെ എല്ലാ സിനിമകളിലും പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയപരമായി പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളും നമുക്ക് സന്ദേശം പോലുള്ള സിനിമകളും നമ്മൾ എത്ര ആസ്വദിച്ചാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകളായാലും ചിന്താവിഷ്ടയായ ശ്യാമളയും വടക്കും കേന്ദ്രമായാലും സ്വഭാവ വൈകല്യങ്ങളുള്ള 2 പേരുടെ കഥയാണ് പറയുന്നത്. ഏത് തരം റോൾ ചെയ്യാനും അദ്ദേഹത്തിന് യാതൊരു മടിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ നമുക്ക് ഇത്രയധികം പ്രതിഭാശാലിയായ ഒരു തിരക്കഥാകൃത്തായിരിക്കുമ്പോഴും ഏത് തരം വേഷങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. അദ്ദേഹം ഒരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും എന്നും അദ്ദേഹം നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും. ആ ഓർമ്മകൾ ഒരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ല. എന്നും ആ സിനിമകൾ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുക തന്നെ ചെയ്യും.